ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. 3 ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കറിയുടെ വീഡിയോ ആണിത്. ഇതിനായിട്ട് സവോള, തക്കാളി, മുട്ട എന്നിവയാണ് വേണ്ടത്. സവോള ഞാൻ ഇതുപോലെയാണ് അരിയുന്നത്. തക്കാളി അരിയുകയാണ്. തക്കാളി എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അധികം വേവില്ലാത്തത് കൊണ്ട് എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തത്. രാവിലെ എണിക്കാൻ നേരം വൈകിയാൽ ഞാൻ ഉണ്ടാക്കുന്ന കറിയാണിത്. കാരണം ഏട്ടന് 7:30-ക്ക് പണിക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. അതിനായിട്ട് അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം സവോള ഇട്ട് കൊടുക്കാം. കൂടെ വേപ്പിലയും എന്നിട്ട് വഴറ്റി കൊടുക്കുക. സവോള അധികം ബ്രൗൺ നിറമാകണ്ട, ഒന്ന് വഴണ്ടി വെന്ത് വന്നാൽ മതി. ഞാൻ വെന്തോന്നറിയാനായിട്ട് ഒരു സവോളയുടെ നടുഭാഗത്ത് തവിക്കൊണ്ട് ഒന്ന് കുത്തി നോക്കും. അപ്പോൾ അത് രണ്ടായി ഇങ്ങനെ 2 ഭാഗമായി തീരുമ്പോഴാണ് ഇനി ഞാൻ വെന്തോന്ന് നോക്കാറുള്ളത്. അങ്ങനെയാണ്. സവോള ഏകദേശം വേവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് അധികം വേവില്ലാത്തത് കൊണ്ട് ഒന്ന് ആവി കയറുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ വെന്തുടയുന്നതായിരിക്കും. തക്കാളി വെന്ത് ഉടഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. കറിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് എടുക്കുന്ന സവോളയുടെയും തക്കാളിയുടെയും മുട്ടയുടെയും എണ്ണം കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലിടുന്ന പൊടികളുടെയും അളവ് കൂട്ടി കൊടുക്കാവുന്നതാണ്. മുട്ട ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുട്ട ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി മല്ലിപ്പൊടി,
മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. പൊടികൾ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് തവിക്കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം തവിക്കൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി വേപ്പില ഇട്ട് കൊടുത്തു. തക്കാളി ഈ കറി ഒന്ന് തിളച്ച് ഒരു 2-3 മിനിറ്റ് തിളച്ചാൽ മതി. കറി റെഡിയാവും. അപ്പോൾ ഇവിടെ കറി റെഡിയായി വന്നിട്ടുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അങ്ങനെ കറി റെഡിയായിട്ടുണ്ട്.